കോമ്പറ്റേറ്റീവ് സോളിലേക്ക് സ്വാഗതം. PSC ഇംഗ്ലീഷ് സിലബസ് റിവിഷൻ സീരീസിൽ ഇന്ന് വൊക്കാബുലറി ഭാഗത്ത് വരുന്ന കോൺകോഡാണ് ഡിസ്കസ് ചെയ്യുന്നത്. കോൺകോഡ് ഭാഗത്ത് വരുന്നത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. അതുപോലെ തന്നെ സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ വെർബ് പ്ലൂരൽ ആയിരിക്കണം. ഇതാണ് കോൺകോഡിൽ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തരുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നതാണ്. ഇവിടെ ഇന്ന് ക്ലാസ്സിൽ PSCക്ക് വരാൻ സാധ്യതയുള്ള കോൺകോഡ് ഭാഗത്തു നിന്നുള്ള എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ എക്സ്പ്ലനേഷനിലൂടെയും ഈ ക്ലാസ്സിലൂടെ കോൺകോഡ് എന്ന ടോപ്പിക്ക് നമുക്ക് മുഴുവനാക്കാം. ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി ലഗേജ് ഡാഷ് വെരി ഹെവി ടു ക്യാരി. ദി ലഗേജ് ഡാഷ് വെരി ഹെവി ടു ക്യാരി. ഈസ് ആണോ ആറാണോ വരിക? ലഗേജ് എന്ന് പറയുന്നത് ഒരു സിംഗുലർ ആണ്. ലഗേജ് പറയുമ്പോൾ ലഗേജിൽ ഒരുപാട് സാധനങ്ങൾ ഒരുപാട് മെറ്റീരിയൽസ് ഇൻക്ലൂഡഡ് ആണ്. ബട്ട് ലഗേജ് ഒരു സിംഗിൾ എൻറ്റൈറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ലഗേജ് ഈസ് വെരി ഹെവി ടു ക്യാരി ആണ് വരുന്നത്. അതുപോലെ തന്നെയാണ് ദി ഫർണിച്ചർ ഇൻ ഹെർ റൂം ഡാഷ് ആസ്തെറ്റിക്. ലുക്സ് ഓർ ലുക്ക്. ഫർണിച്ചർ ഇൻ എ റൂം എന്ന് പറയുമ്പോൾ റൂമിൽ ഒരുപാട് ഫർണിച്ചേഴ്സ് അതിൽ ഇൻക്ലൂഡഡ് ആവുന്നുണ്ട്. ബട്ട് ഫർണിച്ചർ ഒരു സിംഗിൾ എൻറ്റൈറ്റി ആയിട്ടാണ് അവിടെ എടുക്കുന്നത്. ദി ഫർണിച്ചർ ഇൻ ഹെർ റൂം ലുക്സ് ആസ്തെറ്റിക്. ലുക്സ് സിംഗുലർ ആണ്, ലുക്കാണ് പ്ലൂരൽ വരുന്നത്. അപ്പോൾ ദി ഫർണിച്ചർ ഇൻ ഹെർ റൂം ലുക്സ് ആസ്തെറ്റിക്. ഇതുപോലത്തെ കുറച്ച് വേർഡ്സ് ആണ് ലഗേജ്, ബഗേജ്, ഫർണിച്ചർ, ന്യൂസ്, ഇൻഫർമേഷൻ. ഇവയെല്ലാം സിംഗുലർ ആയിട്ടാണ് കണക്കാക്കുന്നത്. ലഗേജ്, ബഗേജ്, ഫർണിച്ചർ, ന്യൂസ്, ഇൻഫർമേഷൻ ഈ സബ്ജക്റ്റിൻ്റെ കൂടെ സിംഗുലർ സബ്ജക്റ്റ് വെർബ് മാത്രമാണ് വരുന്നത്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് ഡാഷ് റിക്വയർഡ് ഫോർ ദി ഇവൻറ്റ്. ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് ഡാഷ് റിക്വയർഡ് ഫോർ ദി ഇവൻറ്റ്. ഈസ് ഓർ ആർ. ഫ്ലവേഴ്സ് പ്ലൂരലാണ്. ബട്ട് ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് കളക്റ്റീവ് നൗൺ ആണ്. ഫ്ലവേഴ്സിൻ്റെ ഒരു കൂട്ടത്തെയാണ് ബൊക്കെ എന്ന് പറയുന്നത്. സോ ഇതൊരു സിംഗുലർ ആണ്. ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് ഈസ് റിക്വയർഡ് ഫോർ ദി ഇവൻറ്റ്. ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് ഈസ് റിക്വയർഡ് ഫോർ ദി ഇവൻ്റ് ആണ് ശരി ഉത്തരം. അതുപോലെ കളക്റ്റീവ് നൗൺസ് വരുമ്പോൾ അവിടെ സിംഗുലർ വെർബാണ് വരുന്നത്. ബഞ്ച് ഓഫ് കീസ്, ഫ്ലീറ്റ് ഓഫ് ഷീപ്സ്, ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് ഇതുപോലെ കളക്റ്റീവ് നൗൺസിനൊപ്പം സിംഗുലർ വെർബാണ് വരുന്നത്. Then fourth question, 2 kilos of bananas dash needed to make banana fry. 2 kilos of bananas dash needed to make banana fry. Is or are. Bananas plural ആണ്. 2 kilos of bananas ഒരു amount ആണ് ഇവിടെ തന്നിരിക്കുന്നത്. എമൗണ്ട് വന്നാൽ അവിടെ സിംഗുലർ വെർബാണ് വരുന്നത്. 2 kilos of banana അതൊരു ഒറ്റ സിംഗുലർ ആയിട്ടാണ് കണക്കാക്കുന്നത്. എമൗണ്ട്സ് വരുമ്പോൾ സിംഗുലർ വെർബാണ് വരുന്നത്. 2 kilos of bananas ഈസ് നീഡഡ് ടു മേക്ക് ബനാന ഫ്രൈ. അതുപോലെ തന്നെയാണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, 100 kilometers ഡാഷ് നോട്ട് എ ലോങ് ഡിസ്റ്റൻസ് ഫോർ ഹിം. ഈസ് ഓർ ആർ. 100 kilometers ഡാഷ് നോട്ട് എ ലോങ് ഡിസ്റ്റൻസ് ഫോർ ഹിം. ഈസ് ഓർ ആർ. എമൗണ്ട് പോലെ തന്നെയാണ് ഡിസ്റ്റൻസും. 100 kilometers ഒരു സിംഗുലർ ആയിട്ടാണ് എടുക്കുന്നത്. സബ്ജക്റ്റാണ്. 100 kilometers ഈസ് നോട്ട് എ ലോങ് ഡിസ്റ്റൻസ് ഫോർ ഹിം. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ, 150 centimeters ഹൈറ്റ് നോട്ട് ഇനഫ് ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ്. ഈസ് ഓർ ആർ. 150 centimeters height dash not enough to apply for this post. Amount, distance, height, weight ഇവയെല്ലാം സിംഗുലർ ആയിട്ടാണ് കണക്കാക്കുന്നത്. 150 centimeters height സിംഗുലർ ആണ്. സോ സിംഗുലർ വെർബ് ഈസ് ആണ് ഇവിടെ വരുന്നത്. 150 centimeters height ഈസ് നോട്ട് ഇനഫ് ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ്. Next question, 7th question, 25,000 rupees dash
എ ഗുഡ് സാലറി. ഈസ് ഓർ ആർ 25,000 rupees ഡാഷ് എ ഗുഡ് സാലറി. ഈസ് ഓർ ആർ ഇവിടെയും 25,000 റുപ്പീസ് ഒരു എസ് ഫോം ഉണ്ടെങ്കിലും ഇത് സിംഗുലർ ആണ്. 25,000 rupees amount മണി പറയുമ്പോൾ സിംഗുലർ ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ സിംഗുലർ വെർബാണ്. 25,000 rupees ഈസ് എ ഗുഡ് സാലറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 20 years dash the minimum age to fill this form. 20 years dash the minimum age to fill this form. Is or are. Same condition. Years, months എല്ലാം വരുമ്പോൾ അവിടെയും സിംഗുലർ ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ 20 years ഈസ് ദി മിനിമം ഏജ് ടു ഫിൽ ദിസ് ഫോം ആണ് ആൻസർ വരുന്നത്. വെയ്റ്റ്, ഹൈറ്റ്, ഡിസ്റ്റൻസ്, അമൗണ്ട് ഇവയെല്ലാം സിംഗുലർ ആയിട്ടാണ് കണക്കാക്കുന്നത്. കിലോമീറ്റേഴ്സ്, റുപ്പീസ്, എസ് ഫോം വരുന്നുണ്ട്, കൺഫ്യൂഷൻ വരരുത്. ഇവയെല്ലാം അമൗണ്ട്സ്, അമൗണ്ട്, ഡിസ്റ്റൻറ്റ്, വെയ്റ്റ്, ഹൈറ്റ് ഇവയെല്ലാം സിംഗുലർ ആയിട്ടാണ് കണക്കാക്കുക. ദെൻ 9th question. My brother and sister dash brought a cat for me. My brother and sister dash brought a cat for me. Have or has. മൈ ബ്രദർ ആൻഡ് സിസ്റ്റർ ഇവിടെ മൈ ബ്രദറിനെയും സിസ്റ്ററിനെയും കണക്ട് ചെയ്യുന്നത് ആൻഡ് എന്ന വേർഡ് വെച്ചിട്ടാണ്. ആൻഡ് വരുമ്പോൾ അവിടെ പ്ലൂറൽ ആയിരിക്കും ഇവിടെ, കാരണം ഇവിടെ മൈ ബ്രദറും ഉണ്ട് സിസ്റ്ററും ഉണ്ട്, 2 പേരുണ്ട്. സോ ഇവിടെ പ്ലൂറൽ വെർബാണ് വരിക. ഹാവ് ബ്രോട്ട് എ കാറ്റ് ഫോർ മീ ആണ് വരുന്നത്. മൈ ബ്രദർ ആൻഡ് സിസ്റ്റർ ഹാവ് ബ്രോട്ട് എ കാറ്റ് ഫോർ മീ. ആൻഡ് വരുമ്പോൾ പ്ലൂറൽ ആയിരിക്കും വരുന്നത്. രാജു ആൻഡ് ഹിസ് ബ്രദർ ഡാഷ് ബിസിനസ് പാർട്ട്നേഴ്സ്. രാജു ആൻഡ് ഹിസ് ബ്രദർ ഡാഷ് ബിസിനസ് പാർട്ട്നേഴ്സ്. സെയിം കണ്ടീഷൻ ആൻഡ് ആണ് വരുന്നത്. രാജുവും ആൻഡ് ഹിസ് ബ്രദറും ഉണ്ട്. സോ ഇവിടെ ആറാണ് വരുന്നത്. രാജു ആൻഡ് ഹിസ് ബ്രദർ ആർ ബിസിനസ് പാർട്ട്നേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൈ ആൻറ്റി വിത്ത് ഹെർ ഫ്രണ്ട്സ് ഡാഷ് പ്രസൻറ്റ് ദർ. മൈ ആൻറ്റി വിത്ത് ഹെർ ഫ്രണ്ട്സ് ഡാഷ് പ്രസൻറ്റ് ദർ. ഇവിടെ മൈ ആൻറ്റി ആൻഡ് ഹെർ ഫ്രണ്ട്സും ഉണ്ട്. ഇവിടെ കണക്ട് ചെയ്യുന്നത് വിത്ത് ആണ്. അപ്പോൾ ഇവിടെ മൈ ആൻറ്റി, എൻ്റെ ആൻറ്റിയും അവരുടെ കൂട്ടുകാരുടെ കൂടെ, ആൻറ്റിയാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. സോ ആൻറ്റിയാണ് ഇവിടെ കണക്കാക്കുന്നത്. സോ ഇവിടെ ഈസാണ് വെർബായിട്ട് വരുന്നത്. അതായത് സിംഗുലർ ആയിട്ടാണ് ഇവിടെ വെർബ് വരിക. മൈ ആൻറ്റി വിത്ത് ഹെർ ഫ്രണ്ട്സ് ഡാഷ് പ്രസൻറ്റ് ദർ. വിത്ത് എന്ന വേർഡ് വരുമ്പോൾ വിത്ത് കണക്ട് 2 സബ്ജക്റ്റിനെ കണക്ട് ചെയ്യുന്നത് വിത്ത് കൊണ്ടാണെങ്കിൽ അവിടെ സിംഗുലർ വെർബായിരിക്കും വരിക. സിംഗുലർ വെർബല്ല, ഫസ്റ്റ് ആരാണോ ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ അതിനനുസരിച്ചായിരിക്കും വെർബ് വരുന്നത്. ഇവിടെ മൈ ആൻറ്റി വിത്ത് ഹെർ ഫ്രണ്ട്സ് ഡാഷ് പ്രസൻറ്റ് ദർ. ദാറ്റ് ഈസ് മൈ ആൻറ്റി വിത്ത് ഹെർ ഫ്രണ്ട്സ് ഈസ് പ്രസൻറ്റ് ദർ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രമ്യ ആസ് വെൽ ആസ് ഹെർ സിസ്റ്റേഴ്സ് ഡാഷ് ബ്യൂട്ടിഫുൾ. രമ്യ as well as her sisters dash beautiful. Is or are. വിത്തിനെ പോലെ തന്നെ ആസ് വെൽ ആസും ആസ് വെൽ ആസ് രമ്യ ആസ് വെൽ ആസ് ഹെർ സിസ്റ്റേഴ്സ്. ഇവിടെ മെയിൻ ആരാണ്? രമ്യയാണ്. രമ്യ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ കൺസിഡർ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും വെർബ് വരിക. രമ്യ സിംഗുലർ ആണ്. സോ സിംഗുലർ വെർബ് ഈസ് ആണ് ഇവിടെ വരുന്നത്. ഇനി ഫസ്റ്റ് ആസ് വെൽ ആസ് വിത്ത് എന്നൊക്കെ വരുമ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കും. രമ്യ ആസ് വെൽ ആസ് ഹെർ സിസ്റ്റേഴ്സ് ഈസ് ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ ആൻസർ വരുന്നത്. 13th question. The manager together with his employees dash going for a trip. ആസ് വെൽ ആസ് വിത്ത് അതുപോലെ തന്നെയാണ്. ടുഗദർ വിത്ത് ദി മാനേജർ ടുഗദർ വിത്ത് ഹിസ് എംപ്ലോയീസ് ഡാഷ് ഗോയിങ് ഫോർ എ ട്രിപ്പ്. ഈസ് ഓർ ആർ. ടുഗദർ വിത്ത് വരുമ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റ് ആണ് കൺസിഡർ ചെയ്യുക. ദി മാനേജർ സിംഗുലർ ആണ്. സോ സിംഗുലർ വെർബ്. ദി മാനേജർ ടുഗദർ വിത്ത് ഹിസ് എംപ്ലോയീസ് ഈസ് ഗോയിങ് ഫോർ എ ട്രിപ്പ്. ആസ് വെൽ ആസ് വിത്ത് ടുഗദർ വിത്ത് ഇതിൻ്റെ കൂടെയൊക്കെ ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ അതിനനുസരിച്ചായിരിക്കും വെർബ് വരുന്നത്. 14th question. The shoes in the display of the shop dash
nice. Looks or look. The shoes in the display of that shop dash nice. സബ്ജക്റ്റ് വരുന്നത് ഷൂസ് ആണ്. ഷൂസ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഷൂസ് പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദി ഷൂസ് ഇൻ ദി ഡിസ്പ്ലേ ഓഫ് ദാറ്റ് ഷോപ്പ്, സോ പ്ലൂറൽ വെർബ് വരുന്ന ലുക്ക് നൈസ്. ദി ഷൂസ് ഇൻ ദി ഡിസ്പ്ലേ ഓഫ് ദാറ്റ് ഷോപ്പ് ലുക്ക് നൈസ്. My next question, my new pair of shoes dash been missing from shoes rack. My new pair of shoes dash been missing from shoes rack. Is or are. ഇവിടെ സബ്ജക്റ്റായിട്ട് വരുന്നത് പെയർ ഓഫ് ഷൂസ് ആണ്. പെയർ ഓഫ് എന്ന് പറഞ്ഞാൽ അത് സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ സിംഗുലർ വെബ് മൈ ന്യൂ പെയർ ഓഫ് ഷൂസ് ഈസ് ബീൻ മിസ്സിംഗ് ഫ്രം ഷൂസ് റാക്ക്. സോ ഷൂസ് പ്ലൂറലാണ്, പെയർ ഓഫ് ഷൂസ് സിംഗുലർ ആണ്. അതുപോലെയാണ് സ്പെക്ടക്കിൾസ്, ഷൂസ്, സോക്സ്, സിസേഴ്സ് ഇവയെല്ലാം പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പെയർ ഓഫ് സ്പെക്ടക്കിൾസ്, പെയർ ഓഫ് എന്ന് പറഞ്ഞാൽ അത് സിംഗുലർ ആയിരിക്കും. പെയർ ഓഫ് സ്പെക്ടക്കിൾസ്, പെയർ ഓഫ് ഷൂസ്, പെയർ ഓഫ് സോക്സ് ഇവയെല്ലാം സിംഗുലറുമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ സിംഗുലർ വെർബ് വരണം. ഷൂസ്, സ്പെക്ടക്കിൾസ്, സോക്സ്, സിസേഴ്സ് ഇതിനെല്ലാം കൂടെ പ്ലൂറൽ വെർബുമാണ് വരേണ്ടത്. 16th question, I have collection of game boards but my dice dash missing. I have collection of game boards but my dice dash missing. Here dice is the verb. So dice is main subject. So ഇവിടെ dice അറിയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഡൈസ് പ്ലൂറൽ ആണ്. സോ പ്ലൂറൽ വെർബ് ആണ്, ആർ ആണ് വരുന്നത്. ഐ ഹാവ് കളക്ഷൻ ഓഫ് ഗെയിം ബോർഡ്സ് ബട്ട് മൈ ഡൈസ് ആർ മിസ്സിങ്. ഡൈസ് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. സെയിം 17th question, പ്ലീസ് കൻ ഐ ഗെറ്റിംഗ് ദി പോലീസ് ഡാഷ് സെർച്ചിങ് ഫോർ മീ. പ്ലീസ് കൻ ഐ ഗെറ്റിംഗ് ദി പോലീസ് ഡാഷ് സെർച്ചിങ് ഫോർ മീ. ഈസ് ഓർ ആർ. മെയിൻ സബ്ജക്റ്റ് പോലീസ് ആണ്. പോലീസ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? യെസ്, സിംഗുലർ. പോലീസ് ഒരു പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പോലീസ്, ഡൈസ് ഒക്കെ പ്ലൂറൽ ആയിരിക്കും. സോ പ്ലൂറൽ വെർബ് ആർ ആണ് ഇവിടെ വരുന്നത്. പ്ലീസ് കൻ ഐ ഗെറ്റ് ഇൻ ദി പോലീസ് ആർ സെർച്ചിങ് ഫോർ മീ. അതുപോലെ വരുന്ന കുറച്ച് വാക്കുകളാണ് ഡൈസ്, പോലീസ്, ജെൻട്രി, കാറ്റിൽ, പീപ്പിൾ ഇവയെല്ലാം പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഡൈസ്, പോലീസ്, ജെൻട്രി, കാറ്റിൽ, പീപ്പിൾ ഇവയെല്ലാം പ്ലൂറൽ ആയിരിക്കും. കാരണം പീപ്പിൾ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് പീപ്പിൾ, അതിനകത്ത് ഒരുപാട് പേര് വരുന്നുണ്ട്. കാറ്റിൽ എന്ന് അറിയുന്നതും പോലീസ് എന്ന് അറിയുന്നതും എന്നാണ് പ്ലൂറലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. Then 18th question, plenty of pins dash needed to drape a sari. Plenty of pins dash needed to drape a sari. Is or are. സബ്ജക്റ്റ് പിന്നാണ്. പിന്നിൻ്റെ കൂടെ പ്ലെൻറ്റി ഓഫ് എന്ന വേർഡ് വരുന്നുണ്ട്. പ്ലെൻറ്റി ഓഫ് പിൻസ്. പിൻസ് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ നോക്കിയിട്ടാണ് പ്ലൂറൽ വെർബ് കൊടുക്കേണ്ടത്. പിൻസ് എന്ന് പറയുന്നത് ഒരു കൗണ്ടബിൾ നൗൺ ആണ്. സോ പ്ലൂറൽ വെർബാണ് ഇവിടെ വരുന്നത്. പ്ലെൻറ്റി ഓഫിൻ്റെ കൂടെ ഒരു കൗണ്ടബിൾ നൗൺ വന്നാൽ പ്ലൂറൽ വെർബായിരിക്കും. സോ പ്ലെൻറ്റി ഓഫ് പിൻസ് ആർ നീഡഡ് ടു ഡ്രൈപ്പ് എ സാരി. Then 19th question, plenty of വെച്ചിട്ടാണ്. plenty of water dash flowing. ഇവിടെ plenty ofൻ്റെ കൂടെ കൗണ്ടബിൾ അല്ല അൺകൗണ്ടബിൾ ആയിട്ടുള്ള ഒരു നൗണാണ് വന്നിട്ടുള്ളത്. plenty of water, വാട്ടർ അൺകൗണ്ടബിൾ ആണ്. സോ plenty ofൻ്റെ കൂടെ അൺകൗണ്ടബിൾ വന്നാൽ അവിടെ സിംഗുലർ വെർബായിരിക്കും കൊടുക്കുന്നത്. plenty of water is flowing. അതുപോലെയാണ് മോസ്റ്റ് ഓഫ്. പ്ലെൻറ്റി ഓഫിന് സിമിലർ ആയിട്ട് വരുന്നതാണ്. മോസ്റ്റ് ഓഫ് ദി വർക്കേഴ്സ് ഡാഷ് ഓൺ ദിസ് സ്ട്രൈക്ക്. ഈസ് ഓർ ആർ. മോസ്റ്റ് ഓഫ് ദി വർക്കേഴ്സ് ഡാഷ് ഓൺ ദി സ്ട്രൈക്ക്. മോസ്റ്റ് ഓഫ് ദെൻ വർക്കേഴ്സ് എന്ന് പറയുന്നതൊരു കൗണ്ടബിൾ നൗൺ ആണ്. സോ പ്ലൂറൽ വെർബാണ് വരേണ്ടത്. മോസ്റ്റ് ഓഫ് ദി വർക്കേഴ്സ് ആർ ഓൺ ദി സ്ട്രൈക്ക്. പ്ലെൻറ്റി ഓഫ്, മോസ്റ്റ് ഓഫ് ഇതുപോലെ വരുന്ന മറ്റു വാക്കുകളാണ് പ്ലെൻറ്റി ഓഫ്,
എ ലോട്ട് ഓഫ്, മെജോറിറ്റി ഓഫ്, ഫ്രാക്ഷൻ ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ്, ഗുഡ് ഡീൽ ഓഫ്. ഇതുപോലത്തെ ഈ വാക്കുകൾക്ക് ശേഷം കൗണ്ടബിൾ വന്നാൽ പ്ലൂറൽ വെർബായിരിക്കും വരുന്നത്. അൺകൗണ്ടബിൾ നൗൺ വന്നാൽ സിംഗുലർ വെർബാണ് വരേണ്ടത്. പ്ലൻറ്റി ഓഫ്, എ ലോട്ട് ഓഫ്, മെജോറിറ്റി ഓഫ്, ഫ്രാക്ഷൻ ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ്, ഗുഡ് ഡീൽ ഓഫ്. ഇതിന് ശേഷം കൗണ്ടബിൾ നൗൺ വന്നാൽ പ്ലൂറൽ വെർബായിരിക്കും. അൺകൗണ്ടബിൾ നൗൺ വന്നാൽ സിംഗുലർ വെർബായിരിക്കും വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെനി എ ബോയ് ഡാഷ് ഹാർഡ് ടു പാസ് ദി എക്സാം. മെനി എ ബോയ് ഡാഷ് ഹാർഡ് ടു പാസ് ദി എക്സാം. മെനി എ, ശ്രദ്ധിക്കണം, മെനി എ എന്ന വേർഡ് വന്നാൽ ശേഷം വരുന്നത് സിംഗുലർ നൗണും സിംഗുലർ വെർബും ആയിരിക്കും. മെനി എ ബോയ്, ബോയ് ഒരു സിംഗുലർ നൗണാണ്, ശേഷം വരുന്നത് സിംഗുലർ വെർബായിരിക്കും. സോ ട്രൈ ആണ് വരുന്നത്. മെനി എ ബോയ് ട്രൈ ഹാർഡ് ടു പാസ് ദി എക്സാം. ബോയ് ഒരു സിംഗുലർ ആണ്, പക്ഷെ മെനി എ വന്നാൽ സിംഗുലർ നൗണും സിംഗുലർ വെർബും. മെനി എ ബോയ് ട്രൈസ് ആണ് സിംഗുലർ ആയിട്ട് വരുന്നത്. മെനി എ ബോയ് ട്രൈസ് ഹാർഡ് ടു പാസ് ദി എക്സാം. ദെൻ 22nd question, many boys dash nice in my class is or are. Many boys dash nice in my class. മെനി വരുമ്പോൾ മെനിയെയും മെനിയും ഡിഫറൻസ് ഉണ്ട്. മെനി വന്നാൽ പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബും ആയിരിക്കും. മെനിക്ക് ശേഷം വരുന്ന നൗണ് പ്ലൂറൽ ആയിരിക്കണം, അതുപോലെ തന്നെ വെർബും പ്ലൂറൽ ആയിരിക്കണം. മെനി ബോയ്സ് ആർ നൈസ് ഇൻ മൈ ക്ലാസ്. മെനി എക്ക് ശേഷം സിംഗുലർ നൗണ് സിംഗുലർ വെർബ്, മെനിക്ക് ശേഷം പ്ലൂറൽ നൗണ് പ്ലൂറൽ വെർബ്. ഇവിടെ നൗണും ഐഡൻറ്റിഫൈ ചെയ്യണം. മെനി എക്ക് ശേഷം സിംഗുലർ മാത്രമേ വരുള്ളൂ, മെനിക്ക് ശേഷം പ്ലൂറൽ മാത്രമേ വരുന്നുള്ളൂ. 23rd question, more than one boy dash crying for sweets. More than one boy crying for sweets is or are. മോർ ദാൻ വണ്ണിന് ശേഷം എപ്പോഴും സിംഗുലർ നൗണും സിംഗുലർ വെർബുമാണ് വരുന്നത്. സോ മോർ ദാൻ വൺ ബോയ് ഈസ് ക്രൈയിങ് ഫോർ സ്വീറ്റ്സ്. സിംഗുലർ ആണ് മോർ ദാൻ വണ്ണിൻ്റെ കൂടെ വരുന്നത്. മോർ ദാൻ വൺ ബോയ് ഈസ് ക്രൈയിങ് ഫോർ സ്വീറ്റ്സ്. നെക്സ്റ്റ്, ഫ്യൂ സ്റ്റുഡൻസ് ഡാഷ് പ്രസൻറ്റ് ഇൻ ദി ക്ലാസ് ടുഡേ. Few students dash present in the class today. Few students, ഫ്യൂക്ക് ശേഷം എപ്പോഴും പ്ലൂറൽ ആണ് വരുന്നത്. ഫ്യൂക്ക് ശേഷം പ്ലൂറൽ നൗണ് അതുപോലെ പ്ലൂറൽ വെർബ് ആയിരിക്കും വരുന്നത്. ഫ്യൂ സ്റ്റുഡൻസ് ആർ പ്രസൻറ്റ് ഇൻ ദി ക്ലാസ് ടുഡേ ആണ് ആൻസർ വരുന്നത്. ഫ്യൂ സ്റ്റുഡൻസ് ആർ പ്രസൻറ്റ് ഇൻ ദി ക്ലാസ് ടുഡേ. 25th question, everybody looking for a good opportunity. Everybody dash looking for a good opportunity. എവരിബഡിക്ക് ശേഷം എപ്പോഴും സിംഗുലർ ആണ് വരുന്നത്. എവരിബഡി ഈസ് ലുക്കിംഗ് ഫോർ എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എവരി വൺ ഡാഷ് ടു ബ്രിങ് റെഡ് റോസ് ടുമോറോ. എവരി വൺ ഡാഷ് ടു ബ്രിങ് റെഡ് റോസ് ടുമോറോ. എവരിബഡിക്ക് പോലെ തന്നെ എവരി വണ്ണിന് ശേഷവും സിംഗുലർ ആണ് വരുന്നത്. Everyone has to bring red rose tomorrow. Has ആണ് സിംഗുലർ ആയിട്ട് വരുന്നത്. എവരിബഡി, എവരി വൺ, സംബഡി, സംവൺ, നോബഡി, എനിവൺ, ഈ വേർഡ്സിനൊക്കെ കൂടെ എപ്പോഴും സിംഗുലർ വെർബായിരിക്കും വരുന്നത്. എവരിബഡി, എവരി വൺ, സംബഡി, സംവൺ, നോബഡി, എനിവൺ, ഇതുപോലത്തെ വേർഡ്സിന് ശേഷം സബ്ജക്റ്റിന് ശേഷം എപ്പോഴും സിംഗുലർ വെർബായിരിക്കും വരുന്നത്. ദെൻ ഈച്ച് വെച്ചുള്ള ഈച്ച് എന്ന വേർഡിൽ വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. 27th question, ഈച്ച് സ്റ്റുഡൻറ്റ് ഡാഷ് നീഡ് അറ്റൻഷൻ. ഈച്ച് സ്റ്റുഡൻറ്റ് ഡാഷ് നീഡ് അറ്റൻഷൻ. ഈച്ച് ഒരു സെൻറ്റൻസിൽ ഈച്ച് വന്നാൽ എപ്പോഴും സിംഗുലർ വെർബായിരിക്കും വരുന്നത്. ഈച്ച് സ്റ്റുഡൻറ്റ് ഈസ് നീഡ് അറ്റൻഷൻ. ഈച്ച് സ്റ്റുഡൻറ്റ് ഈസ് നീഡ് അറ്റൻഷൻ ആണ് ആൻസർ. 28th question, each of the girls dash rewarded. Each of the girls dash rewarded.
സെൻറ്റൻസിൽ ഈച്ച് ഉണ്ട്, സോ സിംഗുലർ ആണ്. ഈച്ച് ഓഫ് ദി ഗേൾസ്, ഗേൾസ് പ്ലൂറൽ ആയിരിക്കും, സിംഗുലർ വെർബ് ആയിരിക്കും. വാസ് റിവാർഡഡ്, ഈച്ച് ഓഫ് ദി ഗേൾസ് വാസ് റിവാർഡഡ്. 29th question, each boy and each girl dash responsible. സെൻറ്റൻസിൽ ഈച്ച് വരുന്നുണ്ട്, സോ സിംഗുലർ വെർബ് ആയിരിക്കും. ഈച്ച് ബോയ് ആൻഡ് ഈച്ച് ഗേൾ ഈസ് റെസ്പോൺസിബിൾ. 13th question, each and every student dash in assembly. Each and every student dash in assembly. സെയിം സെൻറ്റൻസിൽ ഈച്ച് വരുന്നുണ്ട്, സോ സിംഗുലർ വെർബ്. ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻറ്റ് ഈസ് ഇൻ അസംബ്ലി. 31th question, every leaf and every flower is striped of the tree. സോറി, ഡാഷ് മിസ്സായി. എവറി ലീഫ്, ഈച്ച് പോലെ തന്നെയാണ് എവരിയും. എവരിക്ക് കൂടെ എപ്പോഴും സിംഗുലർ വെർബ് ആയിരിക്കും. എവറി ലീഫ് ആൻഡ് എവറി ഫ്ലവർ ഈസ് സ്ട്രൈപ്ഡ് ഓഫ് ദി ട്രീ. ഈസ് ആണ് വരുന്നത്, സിംഗുലർ വെർബ്. 32nd question, the boys each dash cap on their heads. Each boys each dash cap on their heads. Has or have. ഇവിടെ അസംപ്ഷൻ വരുന്നുണ്ട്. ഈ പറഞ്ഞു ഈച്ച് എവരി സെൻറ്റൻസിൽ വന്നാൽ സിംഗുലർ വെർബ് ആയിരിക്കും. പക്ഷെ ഇവിടെ അസംപ്ഷൻ വരുന്നു, ഈച്ചിന് മുൻപിൽ പ്ലൂറലായിട്ട് സബ്ജക്റ്റ് വന്നാൽ പ്ലൂറൽ വെർബായിരിക്കും. ഈച്ചിന് മുൻപിൽ പ്ലൂറൽ സബ്ജക്റ്റ് വന്നാൽ പ്ലൂറൽ വെർബായിരിക്കും കൊടുക്കേണ്ടത്. ദി ബോയ്സ് ഈച്ച് ഹാവ് ക്യാപ്പ് ഓൺ ദെയർ ഹെഡ്സ്. ഹാവ് ആണ് വരുന്നത്. ദി ബോയ്സ് ഈച്ച് ഹാവ് ക്യാപ്പ് ഓൺ ദെയർ ഹെഡ്സ്. ശ്രദ്ധിക്കുക, ഈച്ച്, ഈച്ച് ആൻഡ് എവരി, ഈച്ച് ആൻഡ് ഈച്ച്, എവരി ആൻഡ് എവരി, ഇതിനെല്ലാം കൂടെ സിംഗുലർ ആയിരിക്കും വരുന്നത്. ഈച്ച്, ഈച്ച് ആൻഡ് എവരി, ഈച്ച് ആൻഡ് ഈച്ച്, എവരി ആൻഡ് എവരി, ഇതിനെല്ലാം കൂടെ സിംഗുലർ ആണ് വരിക. അസംപ്ഷൻ ആയിട്ട് വരുന്നതാണ്. ഈച്ചിന് മുൻപിൽ ഒരു പ്ലൂറൽ നൗൺ വന്നിട്ടുണ്ടെങ്കിൽ ശേഷം പ്ലൂറൽ വെർബ് ആയിരിക്കും വരുന്നത്. ഈച്ചിന് മുൻപിൽ പ്ലൂറൽ നൗൺ ഉണ്ടെങ്കിൽ പ്ലൂറൽ വെർബാണ് വരുന്നത്. ഈച്ചിന് ശേഷം പ്ലൂറൽ വന്നാൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, സിംഗുലർ നൗൺ വെർബായിരിക്കും വരുന്നത്. 33rd question, 2/3 of cake dash for me. 2/3 of cake dash for me. ഫ്രാക്ഷൻസ്, സെൻറ്റൻസിൽ ഫ്രാക്ഷൻസ് വന്നാൽ സിംഗുലർ വെർബാണ് വരുന്നത്. 2/3 of cake is for me. Then 34th and 35th question. 33th ക്വസ്റ്റ്യനിൽ 2/3 ഓഫ് അതുപോലെ വരുന്നതാണ്. ഗുഡ് ഡീൽ ഓഫ്, ഗ്രൂപ്പ് ഓഫ്, ഗ്രേറ്റസ്റ്റ് പാർട്ട് ഓഫ്, ഇതിനെല്ലാം കൂടെ സിംഗുലർ മാത്രമാണ് വരുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. ഗുഡ് ഡീൽ ഓഫ്, 2/3 ഓഫ്, ഗ്രൂപ്പ് ഓഫ്, ഗ്രേറ്റസ്റ്റ് പാർട്ട് ഓഫ്, ഇതിനെല്ലാം ശേഷം സിംഗുലർ വെർബാണ് വരുന്നത്. ദെൻ 34th and 35th question, the number of teachers dash leaving the institute. 35th question നോക്കുക. എ നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഡാഷ് ലീവിങ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈസാണോ ആറാണോ വരുന്നത്? ദി നമ്പർ ഓഫ് എന്ന് വന്നാൽ സിംഗുലർ ആണ് വരിക. എ നമ്പർ ഓഫ് എന്ന് വന്നാൽ പ്ലൂറലാണ് വരുന്നത്. ദി നമ്പർ ഓഫ് ടീച്ചേഴ്സ് ആർ ലീവിങ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്. സോറി, ദ നമ്പർ ഓഫ് കൂടെ സിംഗുലർ ആണ്. ദി നമ്പർ ഓഫ് ടീച്ചേഴ്സ് is leaving the institute. A number of teachers are leaving the institute. The number of കൂടെ സിംഗുലറും എ നമ്പർ ഓഫിന് കൂടെ പ്ലൂറലാണ് വരുന്നത്. ദ നമ്പർ ഓഫിൻ്റെ കൂടെ പ്ലൂറൽ, എ നമ്പർ ഓഫിന് കൂടെ സിംഗുലർ. സോറി, ഇവിടെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ദി നമ്പർ ഓഫിന് കൂടെയാണ് സിംഗുലർ, എ നമ്പർ ഓഫിന് കൂടെയാണ് പ്ലൂറൽ. Then 36th question, the jury dash divided in their opinion. The jury dash divided in their opinion. Was or were. ജൂറി എന്ന് പറയുന്നത് ഒരു സംഘടനയാണ്. സോ ഒരു യൂണിയനാണ്. സോ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ അത് നമ്മൾ അതിൻ്റെ സർക്കംസ്റ്റേഷൻ, സാഹചര്യം നോക്കിയിട്ട് ജൂറി പ്ലൂറലും ആവാം
സിംഗുലറും ആവാം. ഇവിടെ ദി ജുറി ഡിവൈഡഡ് ഇൻ ദെയർ ഒപ്പീനിയൻ. ജുറി അവിടെ അഭിപ്രായത്തിൽ അവിടെ ഭിന്നത വന്നു. സോ ജൂറി എന്ന് പറയുന്നത് അവിടെ ഒരു ഒറ്റ ആയിട്ടുള്ള കാണുന്നത്. കാരണം അവിടുത്തെ മെമ്പേഴ്സിനെ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. മെമ്പേഴ്സാണ് ഡിവൈഡ് ചെയ്തത്, മെമ്പേഴ്സിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഇത് പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുക. ദി ജൂറി വേർ ഡിവൈഡഡ് ഇൻ ദെയർ ഒപ്പീനിയൻ. കാരണം ജൂറി ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ ജൂറി എന്താണ്, അടുത്ത മെമ്പേഴ്സിനെയും ഒക്കെ ജൂറിയിലെ മെമ്പേഴ്സിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ഒരു പ്ലൂറൽ നൗൺ ആയിട്ട് സബ്ജക്റ്റ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. ജൂറി, ദി ജൂറി വേർ ഡിവൈഡഡ് ഇൻ ദെയർ ഒപ്പീനിയൻ. 37th ക്വസ്റ്റ്യൻ നോക്കുക. ദി ജൂറി ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡാഷ് വെരി സ്ട്രോങ്. ദി ജൂറി ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡാഷ് വെരി സ്ട്രോങ്. ഇവിടെ ജൂറി എന്താണ്, ഒരു ഒറ്റ യൂണിയൻ ആയിട്ടാണ്. അതായത് അതിലെ ആളുകളെ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. ജൂറി എന്ന് പറയുന്നത് ഒരു ഒറ്റ സിംഗുലർ ആയിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. സോ ഈസ് ആണ് വെർബായിട്ട് വരുന്നത്. ദി ജൂറി ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് വെരി സ്ട്രോങ്. അതുപോലെ വരുന്നതാണ് ജൂറി, പാർലമെൻറ്റ്, ക്യാബിനറ്റ്, പെൻ. ജൂറി, പാർലമെൻറ്റ്, ക്യാബിനറ്റ്, പെൻ ഇവയൊക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ്. അത് അവരെ ഒറ്റ ഒരു സിംഗിൾ എൻറ്റൈറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ സെൻറ്റൻസിനനുസരിച്ച് മാറും. സിംഗിളായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സിംഗുലർ വെർബാണ്. പ്ലൂറലായിട്ട് ആദ്യത്തെ മെമ്പേഴ്സിനെയൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, വെർബാണ്, പ്ലൂറൽ വെർബായിരിക്കും വരുന്നത്. ദെൻ 38th ക്വസ്റ്റ്യൻ. എയ്തർ രാജു ഓർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് റെസ്പോൺസിബിൾ. എയ്തർ രാജു ഓർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് റെസ്പോൺസിബിൾ. ഇവിടെ എയ്തർ ഓർ ആണ് വരുന്നത്. യൂസേജ് ആയിട്ട് എയ്തർ ഓർ വരുമ്പോൾ വെർബിന് നിയറസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റിനനുസരിച്ചേക്കും സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. എയ്തർ രാജു ഓർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് റെസ്പോൺസിബിൾ. നിയറസ്റ്റ് സബ്ജക്റ്റ് വെർബിന് നിയറസ്റ്റ് ആരാണ്, ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സ് പ്ലൂറൽ ആണ്. സോ വെർബും പ്ലൂറൽ ആയിരിക്കണം. എയ്തർ രാജു ഓർ ഹിസ് ഫ്രണ്ട്സ് ആർ റെസ്പോൺസിബിൾ. 39th ക്വസ്റ്റ്യനും എയ്തർ യു ഓർ യുവർ സിസ്റ്റർ ഷുഡ് ഡാഷ് ടു ദം. ടാക്ക് ഓർ ടാക്സ്. എയ്തർ യു ഓർ യുവർ സിസ്റ്റർ ഷുഡ് ഡാഷ് ടു ദം. ഇവിടെ നിയറസ്റ്റ് സബ്ജക്റ്റ് ഏതാണ്, സിസ്റ്റർ ആണ്. സിസ്റ്റർ സിംഗുലർ ആണ്. സോ സിംഗുലർ വെർബാണ് വരുന്നത്. എയ്തർ യു ഓർ യുവർ സിസ്റ്റർ ഷുഡ് ടാക്സ് ടു ദം. 14th ക്വസ്റ്റ്യൻ. neither employees nor manager dash files. has or have. neither employees nor manager dash files. ഇവിടെയും എയ്തർ ഓറിൻ്റെ സെയിം കണ്ടീഷനാണ്. നിയറസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബ്, പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വെർബ്. നെയ്തർ എംപ്ലോയീസ് നോർ മാനേജർ. മാനേജറാണ് നിയറസ്റ്റ് സബ്ജക്റ്റ്. സോ മാനേജർ സിംഗുലർ ആണ്, സിംഗുലർ വെർബായിരിക്കും വരിക. നെയ്തർ എംപ്ലോയീസ് നോർ മാനേജർ ഹാസ് ഫയൽസ്. ഏതർ ഓർ, നെയ്തർ നോറിനൊക്കെ നിയറസ്റ്റ് സബ്ജക്റ്റാണ് കൺസിഡർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൈ ഫ്രണ്ട് ആൻഡ് സിസ്റ്റർ ഡാഷ് കമ്മിങ്. മൈ ഫ്രണ്ട് ആൻഡ് സിസ്റ്റർ ഡാഷ് കമ്മിങ്. ഇവിടെ മൈ ഫ്രണ്ട് ആൻഡ് സിസ്റ്റർ ആൻഡ് ആണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ പഠിച്ചതാണ് ആൻഡ് എന്ന് വന്നാൽ അത് പ്ലൂറൽ ആയിരിക്കും. ബട്ട് ഹിയർ മൈ ഫ്രണ്ട് ആൻഡ് സിസ്റ്റർ. ഇവിടെ എൻ്റെ ഫ്രണ്ട് ആൻഡ് സിസ്റ്റർ, ഇവിടെ ഒരാളെയാണ് പറയുന്നത്. എൻ്റെ ഫ്രണ്ട് തന്നെയാണ് സിസ്റ്ററും. മൈ ഫ്രണ്ട് ആൻഡ് സിസ്റ്റർ, ഇത് ഒരൊറ്റ ഒരാളെയാണ് പറയുന്നത്. ആ ഒരാൾ തന്നെയാണ് ഫ്രണ്ടും സിസ്റ്ററും. മൈ ഫ്രണ്ട് ആൻഡ് സിസ്റ്റർ ഈസ് കമ്മിങ് ആണ് വരുന്നത്. 42nd ക്വസ്റ്റ്യൻ കൂടി നോക്കുമ്പോൾ ക്ലിയർ ആവും. 42nd ക്വസ്റ്റ്യൻ. മൈ ഫ്രണ്ട് ആൻഡ് മൈ സിസ്റ്റർ ഡാഷ് കമ്മിങ്. ഇവിടെ മൈ ഫ്രണ്ട് മൈ സിസ്റ്റർ രണ്ടുപേരും രണ്ടാളുകളാണ്. രണ്ടിന് ശേഷം മൈ ഫ്രണ്ട് മൈ സിസ്റ്റർ ഇങ്ങനെ വന്നതുകൊണ്ട് ഇവിടെ പ്ലൂറലാണ് വരിക. മൈ ഫ്രണ്ട് ആൻഡ് മൈ സിസ്റ്റർ ആർ കമ്മിങ് ആണ് വരുന്നത്. 41th ആൻസർ മൈ ഫ്രണ്ട് ആൻഡ് സിസ്റ്റർ ഈസ് കമ്മിങ് ആണ് വരിക. അതുപോലെ തന്നെയാണ് ദ ഫാദർ ആൻഡ് ദ ഫ്രണ്ട്, ദ, മൈ ഇതുപോലത്തെ വാക്കുകൾ രണ്ട് സബ്ജക്റ്റിന് മുമ്പിലും വന്നാൽ പ്ലൂറൽ വെർബായിരിക്കും. ഒന്നിന് മുൻപിലാണ് മാത്രമാണെങ്കിൽ അതെന്തായിരിക്കും,
രണ്ടും ഒറ്റൊരാളായിരിക്കും. സോ സിംഗുലർ വെർബാണ് വരുന്നത്. എന്നാൽ മൈ സിസ്റ്റർ ആൻഡ് ബ്രദർ അങ്ങനെയാകുമ്പോൾ പ്ലൂരൽ വെർബായിരിക്കും. രണ്ടിന് ശേഷം മൈ വേണമെന്നില്ല. കാരണം മൈ സിസ്റ്റർ ആൻഡ് ബ്രദർ എന്ന് പറയുമ്പോൾ സിസ്റ്ററും ബ്രദറും ഒരാളായിരിക്കാൻ കഴിയില്ല. സോ പ്ലൂരൽ വെർബാണ് വരേണ്ടത്. 43rd question. Either of the two candidates dash eligible. Either of the two candidates dash eligible is or are. Either ofന് ശേഷം എപ്പോഴും സിംഗുലർ വെർബാണ് വരുന്നത്. എയ്തർ ഓഫിന് ശേഷം എപ്പോഴും എയ്തർ ഓഫ്, അതായത് ആരെങ്കിലും ഒരാളെയാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ എന്താണ്, സിംഗുലറാണ് വരിക. എയ്തർ ഓഫ് ദി ടു കാൻഡിഡേറ്റ്സ്, രണ്ട് കാൻഡിഡേറ്റ്സിൽ ആരെങ്കിലും ഒരാളാണ് മെയിനായിട്ട് വരുന്നത്. സോ സിംഗുലർ വെർബായിരിക്കും. എയ്തർ ഓഫ് ദി ടു കാൻഡിഡേറ്റ്സ് ഈസ് എലിജിബിൾ. 44th question. Bread and butter dash a wholesome breakfast. Bread and butter dash a wholesome breakfast. ഇവിടെ ആൻഡ് കണക്ട് ചെയ്യുന്നുണ്ട് ബ്രെഡിനെയും ബട്ടറിനെയും. പക്ഷെ പ്ലൂറൽ വെർബല്ല. കാരണം ബ്രെഡ് ആൻഡ് ബട്ടർ ഒരൊറ്റ ഇതായിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡിൽ ബട്ടർ ആക്കിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അത് ഒരൊറ്റ ബ്രേക്ക്ഫാസ്റ്റിന് ഒരൊറ്റ ഇതായിട്ടാണ് ഇതിനെ കാണുന്നത്. സിംഗുലറായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ബ്രെഡ് ആൻഡ് ബട്ടർ, അത് ബ്രെഡ് വേറെ ബട്ടർ വേറെ അല്ല. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് എ വോൾസം ബ്രേക്ക്ഫാസ്റ്റ്. ഇതും സാഹചര്യത്തിനനുസരിച്ച് മാറും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ നോക്കാം. ഹോണർ ആൻഡ് ഗ്ലോറി ഡാഷ് ഹിസ് റിവാർഡ്. ഹോണർ ആൻഡ് ഗ്ലോറി ആൻഡ് ഉണ്ട്, പ്ലൂരൽ എന്ന് കൺഫ്യൂഷൻ വരരുത്. ഹോണർ ആൻഡ് ഗ്ലോറി ബ്രെഡ് ആൻഡ് ബട്ടറിനെ പോലെ തന്നെ ഹോണർ ആൻഡ് ഗ്ലോറി അറിയുന്നത് ഒരാൾക്ക് കിട്ടുന്ന ഒരു റിവാർഡാണെന്ന് പറയുന്നത്. അയാൾക്ക് ആത്മപ്രശംസയും ബഹുമാനവും അത് ഒരൊറ്റ കാര്യമായിട്ടാണ്, സിംഗുലറായിട്ടാണ് എടുക്കുന്നത്. ഹോണർ ആൻഡ് ഗ്ലോറി ബ്രെഡ് ആൻഡ് ബട്ടറൊക്കെ ഒരുപോലെ വരുന്നതാണ്. ഹോണർ ആൻഡ് ഗ്ലോറി ഈസ് റിവാർഡ്. ഇതും എന്താണ്, സാഹചര്യത്തിനനുസരിച്ച് മാറും. 46th question നോക്കുക. ഗോ ടു ദി സ്റ്റോർ ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് ദർ. ഗോ ടു ദി സ്റ്റോർ ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് ദർ. ഇവിടെ ഗോ ടു ദി സ്റ്റോർ ബ്രെഡ് ആൻഡ് ബട്ടർ ആർ ദർ ആണ് വരിക. പ്ലൂറൽ ആണ് വരുന്നത്. കാരണം ഒരു സ്റ്റോറിൽ ബ്രെഡ് ആൻഡ് ബട്ടർ അതൊരൊറ്റ സിംഗുലർ ആയിട്ടല്ല. ബ്രെഡ് വേറെ പാക്കിൽ ബട്ടർ വേറെ ഒരു ബോട്ടിൽ, രണ്ടായിട്ട് നമ്മൾ ബ്രെഡ് മാത്രം വാങ്ങുന്നു അല്ലെങ്കിൽ ബട്ടർ മാത്രം വാങ്ങുന്നു. രണ്ടും ഒരു സിംഗുലറായിട്ട് ഒരു കണക്റ്റായിട്ട് വരുന്നതല്ല. സോ എന്താണ്, ഒരു സ്റ്റോറിൻ്റെ ഇതിലൊക്കെ വരുമ്പോൾ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് പ്ലൂറൽ ആയിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് എന്ന രീതിക്കൊക്കെ പറയുമ്പോൾ ബ്രെഡ് ആൻഡ് ബട്ടർ സിംഗുലർ ആയിരിക്കും. സാഹചര്യത്തിനനുസരിച്ച് ലോജിക്ക് വെച്ചിട്ട് നമ്മൾ ഇതിനൊക്കെ ആൻസർ ചെയ്യണം. 47th question. ദി ബുക്ക് ദാറ്റ് ഡാഷ് ഓൺ ദി ഷെൽഫ്. ദി ബുക്ക് ദാറ്റ് ഡാഷ് ഓൺ ദി ഷെൽഫ്. ഇവിടെ ദാറ്റ് റിലേറ്റീവ് പ്രോണൗൺ വരുന്നുണ്ട്. ദി ബുക്ക് ദാറ്റ് റിലേറ്റീവ് പ്രോണൗൺസ് വന്നാൽ അതിന് മുമ്പ് വന്ന നൗൺ നൗൺ സിംഗുലർ ആണോ വെർബാണോ അതിനനുസരിച്ച് സിംഗുലർ ഓർ പ്ലൂരൽ വെർബ് വരും. ദി ബുക്ക് ദാറ്റ്, ബുക്ക് സിംഗുലർ ആണ്. സോ ദി ബുക്ക് ദാറ്റ് ഈസ് ഓൺ ദി ഷെൽഫ്. 48th question. ദി ബുക്ക് ദാറ്റ് ഡാഷ് ഓൺ ദി ഷെൽഫ്. ദി ബുക്സ് ദാറ്റ് റിലേറ്റീവ് പ്രോണൗൺ ദാറ്റ് മുൻപിൽ വന്നത് പ്ലൂരൽ നൗൺ ആണ്. സോ പ്ലൂരൽ വെർബ്. ദി ബുക്സ് ദാറ്റ് ആർ ഓൺ ദി ഷെൽഫ്. റിലേറ്റീവ് പ്രോണൗൺ ഹൂ, ഹൂസ്, ദാറ്റ്, വിച്ച്, വേർ, വെൻ ഇതുപോലെ റിലേറ്റീവ് പ്രോണൗൺസ് വന്നാൽ അക്കോർഡിംഗ് ടു നൗണിനനുസരിച്ചാണ് വെർബ് കൊടുക്കേണ്ടത്. 49th question. വൺ ഓഫ് ദി ഫിഷർമാൻ ഡാഷ് ഗോൺ. ഹാസ് ഓർ ഹാവ്. വൺ ഓഫ് ദി ഫിഷർമാൻ, ഫിഷർമാന് പ്ലൂറലാണ്. ബട്ട് വൺ ഓഫ് ദി എന്ന് വരുമ്പോൾ വൺ ഓഫ് ദി ഫിഷർമാൻ വന്നാൽ അവിടെ സിംഗുലർ ആണ് വരുന്നത്. വൺ ഓഫ് എന്ന് വന്നാൽ സിംഗുലർ ആയിരിക്കും. വൺ ഓഫ് ദി ഫിഷർമാൻ ഹാസ് ഗോൺ ആണ് വരിക. 15th question. വൺ ഓഫ് ദി ഫിഷർമാൻ ഹൂ ഡാഷ് ഗ്രേറ്റ് റിവർ ഡാഷ് എ ടാലൻറ്റ്. വൺ ഓഫ് ദി ഫിഷർമാൻ ഹൂ ഡാഷ് ഗ്രേറ്റ് റിവർ ഡാഷ് എ ടാലൻറ്റ്. ഇവിടെ വൺ ഓഫ് ദി ഫിഷർമാൻ ഹൂ ഇവിടെ റിലേറ്റീവ് പ്രോണൗൺ വന്നു.
ഇവിടെ ഓൺലി വൺ ഓഫ് ദി എന്ന് പറഞ്ഞാൽ സിംഗുലർ വെർബാണ് വേണ്ടത്. ബട്ട് ഹു റിലേറ്റീവ് പ്രോണൗൺ വന്നതുകൊണ്ട് ഇവിടെ റിലേറ്റീവ് പ്രോണൗണെയാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഹൂയുടെ മുമ്പിൽ വരുന്നത് ഫിഷർമാൻ പ്ലൂരലാണ്. സോ പ്ലൂരൽ വെർബായിരിക്കും കൂടെ വരുന്നത്. വൺ ഓഫ് ദി ഫിഷർമാൻ ഹു വിസിറ്റ് ഗ്രേറ്റ് റിവർ ഡാഷ് എ ടാലൻറ്റ്. നെക്സ്റ്റ് ഡാഷിൽ നോക്കുന്നത് റിലേറ്റീവ് പ്രോണൗൺ അവിടെ ഇല്ല. സോ വൺ ഓഫിനെ ആണ് കൺസിഡർ ചെയ്യുന്നത്. വൺ ഓഫ് ആയതുകൊണ്ട് സിംഗുലർ ആണ് ഇവിടെ വരുന്നത്. സോ വൺ ഓഫ് ദി ഫിഷർമാൻ ഹു വിസിറ്റ് പ്ലൂരൽ വന്നു. ഗ്രേറ്റ് റിവർ ഹാസ് എ ടാലൻറ്റ് ഇവിടെ സിംഗുലറും വരും. ഹൂവിന് ശേഷം പ്ലൂരൽ. സോ കാരണം ഹൂവിന് മുമ്പ് പ്ലൂരൽ നൗൺ വന്നതുകൊണ്ട് ഗ്രേറ്റ് റിവർ ഹാസ് എ ടാലൻറ്റ് ഇവിടെ ഹാസ് വന്നത് വൺ ഓഫിനെ കൺസിഡർ ചെയ്തിട്ടാണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് പഠിക്കണം. 51th ക്വസ്റ്റ്യനും ഈ ഒരു ഗാങ്ങിൽ വരുന്നതാണ്. ഓൺലി വൺ ഓഫ് ദി ഫിഷർമാൻ ഹു ഡാഷ് ഗ്രേറ്റ് റിവർ ഡാഷ് എ ടാലൻറ്റ്. ഓൺലി വൺ ഓഫ് ദി ഫിഷർമാൻ. ഓൺലി വൺ ഓഫ് ദി എന്ന് പറഞ്ഞാൽ അവിടെ റിലേറ്റീവ് പ്രോണൗണെ കൺസിഡർ ചെയ്യേണ്ടതില്ല. ഓൺലി വൺ എന്ന് പറഞ്ഞാൽ സിംഗുലർ മാത്രമേ വരുകയുള്ളൂ. ഓൺലി വൺ ഓഫ് ദി ഫിഷർമാൻ ഹു വിസിറ്റ്സ് ഗ്രേറ്റ് റിവർ ഹാസ് എ ടാലൻറ്റ്. ഒന്നുകൂടെ നോക്കാം. വൺ ഓഫിന് ശേഷം സിംഗുലർ ആയിരിക്കും. വൺ ഓഫിന് ശേഷം അവിടെ റിലേറ്റീവ് പ്രോണൗൺ ഉണ്ടെങ്കിൽ ആ പ്രോണൗൺ മുമ്പിൽ വരുന്ന നൗണിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. പ്ലൂറലാണോ സിംഗുലറാണോ നോക്കിയിട്ട് വേണം വെർബ് കൊടുക്കാൻ. ഇനി ഓൺലി വൺ ഓഫ് എന്ന് വന്നാൽ അവിടെ സിംഗുലർ ആയിരിക്കും. റിലേറ്റീവ് പ്രോണൗൺ വന്നാലും അതിനെ കൺസിഡർ ചെയ്യേണ്ടതില്ല. വൺ ഓഫിന് ശേഷം പ്ലൂറൽ നൗണ് സിംഗുലർ വെർബ് ആയിരിക്കും. വൺ ഓഫിന് ശേഷം പ്ലൂറൽ നൗണ് അതുപോലെ റിലേറ്റീവ് പ്രോണൗണും ഉണ്ടെങ്കിൽ പ്ലൂറൽ വെർബ് ആയിരിക്കും. വൺ ഓഫിന് ശേഷം എപ്പോഴും പ്ലൂറൽ നൗണും സിംഗുലർ വെർബുമാണ്. റിലേറ്റീവ് പ്രോണൗൺ ഉണ്ടെങ്കിൽ പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബും ആയിരിക്കും. ഓൺലി വൺ ഓഫിന് ശേഷം പ്ലൂറൽ നൗണ്. വൺ ഓഫിന് ശേഷം എപ്പോഴും പ്ലൂറൽ നൗണാണ്. റിലേറ്റീവ് പ്രോണൗൺ ഉണ്ടെങ്കിലും സിംഗുലർ വെർബാണ് ഓൺലി വൺ ഓഫിന് ശേഷം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷീ മസ്റ്റ് ഡാഷ് ഇംഗ്ലീഷ്. ഷീ മസ്റ്റ് ഡാഷ് ഇംഗ്ലീഷ്. സ്റ്റഡി ആണോ സ്റ്റഡീസ് ആണോ? ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സ്റ്റഡീസ് ആണ് വരേണ്ടത്. ബട്ട് ഇവിടെ മസ്റ്റ് ഒരു മോഡൽ ഓക്സിലറി വന്നു. മോഡൽ ഓക്സിലറി സെൻറ്റൻസിൽ വന്നാൽ ബേസ് ഫോമാണ് കൊടുക്കേണ്ടത്. അതായത് സ്റ്റഡിയാണ് ബേസ് ഫോമായിട്ട് വരുന്നത്. സോ ഷീ മസ്റ്റ് സ്റ്റഡി ഇംഗ്ലീഷ്. ഷീ എന്ന് വന്നതുകൊണ്ട് സ്റ്റഡീസ് ആയിരുന്നു വരേണ്ടത്. ബട്ട് മസ്റ്റ് എന്ന ഓക്സിലറി വെർബ് ഉണ്ടായതുകൊണ്ട് മോഡൽ ഓക്സിലറി ഉണ്ടായതുകൊണ്ട് ഷീ മസ്റ്റ് സ്റ്റഡി ഇംഗ്ലീഷ് ബേസ് ഫോം ഓഫ് വെർബാണ് വരുന്നത്. അതുപോലെ ഹീ ക്യാൻ ഡാഷ്. ഹീ സിംഗുലർ ആണ്. സിംസ് ആണ് വരുന്നത്. ബട്ട് ക്യാൻ ഒരു മോഡൽ ഓക്സിലറി ഉണ്ടായതുകൊണ്ട് സിം ആണ് ഇവിടെ വരിക. ബേസ് ഫോം ആണ് വരുന്നത്. ഹീ ക്യാൻ സ്വിം. മോഡൽ ഓക്സിലറി വിൽ, ഷാൾ, മേ ഇതിനെല്ലാം കൂടെ ബേസ് ഫോം ഓഫ് വെർബായിരിക്കും വരുന്നത്. ഇത്രയാണ് കോൺകോഡിൻ്റെ ഭാഗത്ത് വരുന്നത്. വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് നോട്ട് എഴുതിയിട്ട് എക്സ്പ്ലനേഷൻ ശ്രദ്ധിച്ച് നോട്ട് എഴുതിയിട്ട് വേണം പഠിക്കാൻ. താങ്ക് യു. ഇനി തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് തുടർന്ന് ഓരോ ടോപ്പിക്കിലും ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും. അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.